ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മണാലിത്തെ രണ്ടാമത്തെ ദിവസമാണ്. വാ നമുക്ക് പോയി മണാലിത്തെ കാഴ്ചകൾ കണ്ടിട്ട് മജ ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ് എവരിബഡി ടു മൈ ഹനി പറഞ്ഞത് ഇത് മണാലിയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തി സ്റ്റേ ചെയ്ത മല്ലു സിംഗ് എന്നുള്ള ഹോട്ടലാണിത്. അപ്പോൾ രാവിലെ 8 മണിയായപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സിസുവിലേക്കും പിന്നെ അവിടുന്ന് സൊലാങ് വാലിയിലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ഹോട്ടലിൻ്റെ മുമ്പിൽ അവരുടെ ജിപ്സിയുടെ അടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഷ്. അപ്പോൾ ഇവിടുന്ന് സിസുവിലേക്കും സൊളാങ് വാലിയിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ഓണർ ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളെ വണ്ടി എടുത്ത് പോകുന്നതിനേക്കാളും ഇവിടെ തന്നെ ലോക്കലായിട്ടുള്ള വണ്ടി ഹയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു സുമോ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേർക്ക് പോകാൻ വേണ്ടിയിട്ട് 4 വലിയവർക്കും 2 കുട്ടികൾക്കും ചേർന്നിട്ട്. നമുക്ക് ഹോട്ടൽ റൂമൊക്കെ ഒന്ന് കണ്ടാലോ. നല്ല സ്പേഷ്യസ് ആയ ഒരു റൂമാണ്. ഒരു കബോർഡ് ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, ഒരു LED TV ഉണ്ട്, പിന്നെ 2 സോഫയും ഒരു ട്രിപ്പിൾ കോട്ട് ബെഡും ഉണ്ട്. മല്ലു സിംഗിന് 3 പ്രോപ്പർട്ടികളാണ് മണാലിയിലുള്ളത്. അതിൽ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് കൂടാണ്ട് വേറെ 2 പ്രോപ്പർട്ടികളും കൂടെ ഉണ്ട്. ഒബിയസ്ലി ഫാനിൻ്റെയും AC യുടെ ഒന്നും ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് രണ്ടും ഇല്ല. പിന്നെ ബെഡിങ്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹയർ ചെയ്ത വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറിയിട്ടാണ് സിസുവിലേക്ക് പോയത്. ഇതാണ് ഞങ്ങൾ ഹയർ ചെയ്ത വണ്ടി. ഇപ്പോൾ ലോക്കൽ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞങ്ങളെ കുറച്ചും കൂടി നല്ലോണം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈവ് ചെയ്ത് ശീലമില്ലാത്ത സ്ഥലമായതുകൊണ്ട് വേറൊരു വണ്ടി ഹയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളുമൊക്കെ വണ്ടിയിൽ എടുത്തു വെച്ച് സിസുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് 42 കിലോമീറ്റേഴ്സാണ് സിസുവിലേക്കുള്ളത്. സിസു ആക്ച്വലി നല്ലോണം മഞ്ഞൊക്കെ പെയ്യുന്ന, മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഡിസംബറിലൊക്കെ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ അത്രയും മഞ്ഞുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിറയെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിതേ പൈൻ മരങ്ങളുടെ നടുവിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ ഞങ്ങളുടെ സിസുവിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണേ. ഇതേ കണ്ട ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ വഴിയാണ്. ഇപ്പം ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ ഹിമാചലിൽ എവിടെ നോക്കിയാലും പ്രകൃതി സുന്ദരമാണ്. ഇത് ബിയാസ് റിവറാണ് സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ട്രാഫിക്കായിരുന്നു രാവിലെ, അതുകൊണ്ട് അത്രയും പതുക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വഴിയിൽ മുഴുവൻ അത്രയും പിക്ചർസ്കയായ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പണ്ട് നോട്ട്ബുക്കിൻ്റെ കവറിലൊക്കെ കാണുന്ന മാതിരിയുള്ള പടത്തിൻ്റെയൊക്കെ എക്സാക്ട് വിഷ്വലൈസേഷനാണ് നമുക്ക് ഈ വഴി മുഴുവൻ കാണാൻ സാധിക്കുക കേട്ടോ. അത്രയും സുന്ദരമായ കാഴ്ചകളാണ് ഓരോ നിമിഷത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ മണാലിക്ക് ഓരോ സീസണിലും ഓരോ സൗന്ദര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിസംബറിൽ വരുന്നത് ആദ്യമായിട്ടാണ് മണാലിക്ക്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മണാലിയിലെ ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണേ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സിസു കഴിഞ്ഞിട്ട് സൊലാങ് വാലിയിൽ ചെല്ലുമ്പോൾ അവിടെ നിറയെ മഞ്ഞായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ജാക്കറ്റിലൊന്നും തണുപ്പ് നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചും കൂടി കട്ടിയുള്ള ജാക്കറ്റ്, അതിപ്പോൾ നമുക്ക് 1 ടൈം യൂസ് ആയ കാരണം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നിറയെ ഇതേപോലെ ഡ്രസ്സുകൾ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ അദ്ദേഹത്തിനോട് പറഞ്ഞ പ്രകാരം ഒരു കടയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇതേപോലത്തെ ജാക്കറ്റ്സൊക്കെ ഹയർ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് സിസുവിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കൂടി ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും ഹയർ ചെയ്ത് സിസുവിൽ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി, അതേമാതിരി സൊളാങ് വാലിയിലും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ തന്നെ ബുക്ക് ചെയ്തിട്ട് അതിനുള്ള ടിക്കറ്റും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണേ. ഇനിയിപ്പോൾ സിസുവിൽ ചെന്നിട്ട് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അതിന് ശേഷം സൊളാങ് വാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്തോറും വഴി മുഴുവൻ ഇതേമാതിരി ഈ റെൻറ്റിന് ഡ്രസ്സ് കൊടുക്കുന്ന
ഇഷ്ടംപോലെ കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾക്കിത് നേരത്തെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിയുന്ന മാതിരി ഒരു കടയിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കിട്ടും പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിർത്തുക ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് ഹയർ ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവർ ആക്ച്വലി ഞങ്ങൾക്ക് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായി. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഒരു പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി ആ ഹോട്ടൽ ഓണറും ഞങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹവും ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇവിടെ എങ്ങനെ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ തന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിസുവിലേക്കുള്ള യാത്രയും ഞങ്ങളുടെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് സിസു വാലിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കാഴ്ചകൾ എവിടെ നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അത്രയും മനോഹരമായിട്ടല്ലേ തോന്നുന്നത്. ഇതുണ്ടോ നിങ്ങൾ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു പാലമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം പാലങ്ങളും ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായി അഥവാ തകർന്നു പോയാലും കൺസ്ട്രക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളിതേ സിസു വാലിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണേ. അതെ, അപ്പോൾ ഇതാണ് സിസു വാലി. ഇവിടെയാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ജയൻറ്റ് സ്വിങ്ങിൻ്റെയും സിപ്ലൈൻ്റെയും ഒക്കെ. ഇവിടെ നിറയെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ബങ്കി ജമ്പിങ്, ജയൻറ്റ് സ്വിങ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ നേരത്തെ അവിടുന്ന് ഡ്രസ്സ് ഹയർ ചെയ്ത സ്ഥലത്തുനിന്ന് ഇവിടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്തു എന്ന്. അതല്ലാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും നമുക്ക് ടിക്കറ്റ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് യാക്ക് സവാരിയാണ്. ഞങ്ങൾ ഓൾറെഡി അവിടുന്ന് യാക്ക് സവാരിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹനിയും മൂഞ്ചത്തും കൂടി ഒരു യാക്കിൻ്റെ പുറത്തും, ഞാൻ ഒരു യാക്കിൻ്റെ പുറത്തും, പിന്നെ രഞ്ജു ചേച്ചി ഒരു യാക്കിൻ്റെ പുറത്ത്, വികാസാറും വേദും കൂടി ഒരു യാക്കിൻ്റെ പുറത്ത്, അങ്ങനെയാണ് 4 യാക്കിൻ്റെ പുറത്തായിട്ടാണ് ഞങ്ങൾ യാക്ക് സവാരി ചെയ്തത്. അപ്പോൾ അവിടെ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടി യാക്കിൻ്റെ പുറത്ത് നമ്മളെ ഒരു റൗണ്ട് കറക്കിപ്പിക്കും. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ യാക്ക് സവാരി കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കി ആനിമൽസിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് അപേക്ഷിച്ച് നോക്കിയാൽ കുറച്ച് കംഫർട്ടബിളായിരുന്നു. ഇപ്പോൾ കുതിരയുടെ പുറത്തായാലും ഒട്ടകത്തിൻ്റെ പുറത്തായാലും ഒക്കെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കയറിയിട്ടുള്ളതാണ്. അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല സുഖകരമായ യാത്രയായിരുന്നു യാക്കിൻ്റെ പുറത്ത്. അങ്ങനെ ഞങ്ങൾ യാക്ക് സവാരി കഴിഞ്ഞിട്ട് അടുത്തത് ബുക്ക് ചെയ്തത് സിപ്പ് ലൈൻ ആയിരുന്നേ. അപ്പോൾ അത് സിപ്പ് ലൈനിന് വേണ്ടിയിട്ട് കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ അവിടെയാണ് സിപ്പ് ലൈൻ സെൻറ്റർ. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവിടെ ചെന്നപ്പോഴത്തേക്കും ഹനി കരച്ചിലായി. ഹനിക്ക് സിപ്പ് ലൈൻ ചെയ്യേണ്ട, ഹനീൻ്റെ കൂടെ ഞാനും കൂടി നിൽക്കണം, അമ്മയും സിപ്പ് ലൈൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഹനി കരച്ചിലായി. അത് കാരണം ഞാനും ഹനിയും സിപ്പ് ലൈൻ ചെയ്യാണ്ട് തിരിച്ചു വന്നു. അവർ 4 പേരും മാത്രം സിപ്പ് ലൈൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഹനിക്ക് പേടിയുള്ള കാരണം പിന്നെ ഹനി കരച്ചിലൊക്കെ ആയി. അത് കാരണം ഞങ്ങൾ 2 പേരും ചെയ്യാണ്ട് വണ്ടിയുടെ അവിടെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് അവരെ 4 പേരും ബൈ പറഞ്ഞു വിട്ടു. വേറെ കുഞ്ഞാ സിപ്പ് ലൈൻ കയറാണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അല്ലേ ഹനി? വി ഡോണ്ട് വോണ്ട് സിപ്പ് ലൈൻ. യെസ്, അങ്ങനെ ഞങ്ങൾ സിപ്പ് ലൈൻ കയറാണ്ട് അതേ ഹനിയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ട്രംപളിൽ പോവാണേ. ഞങ്ങൾ അവിടുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഹനി ട്രംപോളിനിൽ കയറി. പക്ഷേ ഈ ട്രംപോളിൻ ആക്ച്വലി ഞങ്ങളുടെ പാക്കേജിലില്ലായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണമായിരുന്നു. 100 രൂപയായിരുന്നു അവിടെ ട്രംപോളിൻ്റെ ചാർജ്.
ട്രംപോളിനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ, കളിക്കാൻ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വലിയ വലിയ അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയൊക്കെ ഓപ്റ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അങ്ങനെ ഒന്നിലും വേറെ ഒന്നിലും കയറാണ്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഹനി കുറച്ച് നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ ഹനി കുറച്ച് നേരം ട്രംപോളിനിൽ കളിക്കുമ്പോഴത്തേക്കും അവർ 4 പേരും സിപ്പ് ലൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നേ. ഇവിടെ ഞങ്ങൾക്ക് പിന്നെ വേറെ ആക്ടിവിറ്റീസൊന്നും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഇനി ഞങ്ങൾ സൊളാങ് വാലിയിലാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്നോ ഉണ്ട്. അപ്പം ബാക്കി സ്നോ ആക്ടിവിറ്റീസ് അവിടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സിസുന്ന് തിരിച്ച് മുമ്പോട്ട് സൊളാങ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കുതിര സവാരിയുടെയും റോപ്പ് വേൻ്റെയൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ ഹോട്ട് എയർ ബലൂൺ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. ഇനി നമുക്ക് സൊളാങ് വാലിയിലത്തെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.